ഇനി ലോകകപ്പ് ആവേശത്തിന്റെ നാളുകളാണ്. 2020 ലോകകപ്പിന് ഇന്ന് തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ നെതർലൻഡ്സും പാകിസ്ഥാനും ഏറ്റുമുട്ടും. നിലവിലെ ചാമ്പ്യന്മാരായ ഭാരതം വൈകിട്ട് അമേരിക്കയെ നേരിടും. മുംബൈയിലാണ് മത്സരം. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എപ്പോഴാണ് മത്സരം? ഇന്ന് ഭാരതം ഇറങ്ങുന്നുണ്ട് ഗോദയിലേക്ക്. എങ്ങനെയാണ് വിവരങ്ങൾ? 2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലോകകപ്പിൻ്റെ ആവേശം എത്തുകയാണ്. അതും ഭാരതം പോലെ ക്രിക്കറ്റിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു രാജ്യത്തേക്ക് വീണ്ടും ലോകകപ്പ് എത്തുകയാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് 2023 ICCയുടെ വൺ ഡേ ഏകദിനത്തിൻ്റെ ലോകകപ്പ് നമ്മുടെ രാജ്യത്ത് നടക്കുകയും ഗുജറാത്തിലെ സർദാർ വല്ലഭഭായ് പട്ടേൽ സ്റ്റേഡിയത്തിൽ അതിൻ്റെ ഫൈനൽ മത്സരം വരെ ഭാരതം ഐതിഹാസികമായ വിജയം നേടി. പിന്നീട് ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടതൊക്കെ നമുക്കറിയാം. അതിനുശേഷം പിന്നീട് വീണ്ടും വേൾഡ് കപ്പ് ആവേശം ക്രിക്കറ്റിന് വലിയ സ്വാധീനമുള്ള ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് എത്തുന്നു. ഒരു പ്രത്യേകതയുണ്ട്. 2023 ഏകദിന ലോകകപ്പിൻ്റെ മുഴുവൻ മത്സരങ്ങൾക്കും ആതിഥേയത്വം വഹിച്ചത് നമ്മുടെ രാജ്യമാണെങ്കിൽ ഇപ്പോൾ 2020 ലോകകപ്പ് 2 രാജ്യങ്ങളിലായിട്ടാണ്. ഭാരതത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിലെ 3 സ്റ്റേഡിയങ്ങൾ. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയം ഒന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗുജറാത്തിലെ സ്റ്റേഡിയം, അതുകൂടാതെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം രാജ്യതലസ്ഥാനമായ ഡൽഹിയിലൊപ്പം ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം, ചിദംബരം സ്റ്റേഡിയം ചെന്നൈ, അങ്ങനെ ഭാരതത്തിലെ 5 പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾ. അതുകൂടാതെ ശ്രീലങ്കയിലെ 3 സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഈ ലോകകപ്പിൻ്റെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഉദ്ഘാടന മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്പസമയത്തിനകം 11 മണിക്ക് ആദ്യത്തെ മത്സരം ആരംഭിക്കുകയാണ്. പാകിസ്ഥാനും അതുപോലെ തന്നെ നെതർലൻഡ്സും തമ്മിലാണ് ആദ്യത്തെ മത്സരം നടക്കുന്നത്. ആദ്യ ദിവസം തന്നെ 3 മത്സരമുണ്ട്. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ സ്കോട്ട്ലൻഡും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരം നടക്കും. ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം എന്തായാലും നമ്മുടെ സ്വന്തം ഭാരതം ഇന്ന് തന്നെ ഇറങ്ങുകയാണ്. വൈകിട്ട് 7 മണിക്ക് അമേരിക്കയുമായിട്ടാണ് നമ്മുടെ ആദ്യത്തെ മത്സരം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രം സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം നേടുമോ എന്ന് തന്നെയാണ് സ്വാഭാവികമായും ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. കാരണം 2020 ലോകകപ്പിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 2007 ആദ്യത്തെ മത്സരം തന്നെ നമ്മൾ വിജയിച്ചിരുന്നു. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2007 ഭാരതം ആദ്യത്തെ 2020 ലോകകപ്പ് നേടുന്നത്. പക്ഷേ 2020 ലോകകപ്പിൻ്റെ 9 എഡീഷനുകൾ, അതായത് 2007 മുതൽ ഇങ്ങോട്ടുള്ള 9 എഡീഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യവും ഇതുവരെ തുടർച്ചയായി കപ്പ് നേടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദിന ലോകകപ്പിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയയൊക്കെ 1999, 2003, 2007 അങ്ങനെ തുടർച്ചയായി കപ്പ് നേടിയിട്ടുണ്ട്. പക്ഷേ 2020 ലോകകപ്പ് ഇതുവരെ ഒരു രാജ്യവും തുടർച്ചയായി നേടിയിട്ടില്ല. എന്നാൽ 2024 നമ്മളാണ് വിജയിച്ചത്. സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ നമ്മൾ കപ്പ് ഉയർത്തി. നിലവിൽ ഈ കപ്പ് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതിനാൽ ഈ 2020 ലോകകപ്പിൽ ഭാരതം വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഈ 9 എഡീഷനുകളുടെ ചരിത്രത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ട് ഒരു ടീം 2 തവണ അടുപ്പിച്ച് ലോകകപ്പ് നേടുന്നു എന്ന ചരിത്രത്തിലേക്ക് എത്തും. എന്തായാലും ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ ടീം കരുത്തരാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിൽ ന്യൂസിലൻഡുമായിട്ടുള്ള 5 മത്സരങ്ങളുള്ള 2020 4-1 എന്ന രീതിയിൽ ന്യൂസിലൻഡിനെതിരെ ഐതിഹാസികമായ വിജയം നേടിക്കൊണ്ടാണ് നമ്മുടെ ടീം ഇന്ന് ഇറങ്ങുന്നത്. അതിനാൽ സ്വാഭാവികമായും ഈ തവണയും ലോകകപ്പ് ഭാരതം തന്നെ നിലനിർത്തുമെന്ന അടിയുറച്ച വിശ്വാസത്തിലാണ് ഭാരതത്തിലെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ. രാഗി. ശരി ഗൗതം, എന്തായാലും ഇനി ലോകകപ്പ് ആവേശത്തിന്റെ ദിനങ്ങളാണ്. 2020 ലോകകപ്പിന് ഇന്ന് തുടക്കമാകുമ്പോൾ ഭാരതം അമേരിക്കയാണ് നേരിടുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാനും മത്സരരംഗത്തുണ്ട്. നെതർലൻഡ്സും പാകിസ്ഥാനും തമ്മിലാണ് മത്സരം എന്നുള്ളതാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ വാർത്താ വിശദാംശങ്ങൾ നൽകിയത്.